ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരഥമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമാം ശ്രീരാമ രമാപതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ രാമായണ പാരായണം അർത്ഥസഹിതം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ വാൽമീകിയുടെ ഉത്ഭവവും പരിവർത്തനവും വെച്ച് തുടങ്ങാം. ശ്രീരാമായണം പുരാ വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടെന്നില്ലെന്നത് ഭൂമി തൻ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കും മോക്ഷമർത്ഥിനി ശ്രീമഹാരാമായണം ചമയ്ച്ചുന്നുരൽ ചെയ്തു. അതായത് ശ്രീ രാമായണത്തിൻ്റെ ഉത്ഭവവും വാൽമീകിയുടെ പരിവർത്തനത്തിനെ പറ്റിയിട്ടാണ് ഈ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഓരോ വരികളുടെയും ലളിതമായ അർത്ഥവും നമ്മൾ അതിൻ്റെ ആന്തരിക തത്വത്തിലേക്കും ഒന്ന് ലളിതമായി പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ വിശദമായി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വരിയിൽ തന്നെ ഒരു ദിവസം പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ലളിതമായ ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി വലിയ ശ്രമം മാത്രം നടത്തുന്നു. ആദ്യം തന്നെ പറയുന്നു, ശ്രീ രാമായണം പുരാ വിരചിതം. പണ്ടുകാലത്ത് രാമായണം ആദ്യമായി രചിച്ചത് വിരിഞ്ചൻ എന്നറിയപ്പെടുന്ന അതാരാണ്? ബ്രഹ്മാവാണ്. അപ്പോൾ വിരിഞ്ചൻ എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെയാണ്. അപ്പോൾ സൃഷ്ടിയുടെ ഭാഗമായിരുന്നു രാമായണം എന്ന് അവിടെ എഴുത്തച്ഛൻ സമർത്ഥിക്കുകയാണ്. അതായത് സൃഷ്ടിയാണത്. നമ്മുടെ എല്ലാം സൃഷ്ടിയുടെ ഭാഗം പോലെ തന്നെ ഒരു സൃഷ്ടിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്നാണ്. അതാണ് ബ്രഹ്മാവിൻ്റെ കർത്തവ്യം. അപ്പോൾ രാമായണം ഒരു സാധാരണ മനുഷ്യൻ സൃഷ്ടിച്ച കഥയല്ലെന്നും അതിൻ്റെ ആദിമജ്ഞാനം ദൈവീകമാണെന്നും ഈ വരി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം രാമായണം ശ്രീരാമൻ്റെ ജീവിതകഥ മാത്രമല്ലെന്നും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബന്ധങ്ങൾ സംരക്ഷിക്കണം, എങ്ങനെ പരീക്ഷണങ്ങൾ നേരിടണം, എങ്ങനെ അധികാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, ധർമ്മവും കടമയും എങ്ങനെ പരിപാലിക്കണം തുടങ്ങിയ ജീവിത സത്യങ്ങൾ അതിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ദൈവീകത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിൻ്റെ മൂലജ്ഞാനം ബ്രഹ്മാവിൽ നിന്ന് ഉത്ഭവിച്ചതായി കവി പറയുന്നത്. ഇവിടെ രണ്ടാമതായി പറഞ്ഞ 100 കോടി ഗ്രന്ഥമുണ്ടിൽ ഭൂമി തന്നിൽ. അതായത് ബ്രഹ്മാവ് രചിച്ച ആ ആദിമ രാമായണത്തിന് 100 കോടി ശ്ലോകങ്ങളോ ഗ്രന്ഥവിസ്താരമോ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അത്രയും വിശാലമായ രൂപത്തിലുള്ള രാമായണം ഇന്ന് ഭൂമിയിൽ ലഭ്യമല്ല. പക്ഷേ അവിടെ 100 കോടി എന്നത് കൃത്യമായൊരു സംഖ്യയായി മാത്രമല്ല കാണേണ്ടത്. രാമായണത്തിൻ്റെ അളവറ്റ ആഴവും അർത്ഥവ്യാപ്തിയും ആത്മീയ മഹത്വം എന്നിവ സൂചിപ്പിക്കുന്ന പ്രയോഗമായും കാണേണ്ടിയിരിക്കുന്നു. അവിടെ രാമായണത്തിൽ ഓരോ സംഭവത്തിനും പലതരത്തിലുള്ള അർത്ഥങ്ങളെ നമ്മൾ എടുക്കേണ്ടി വരും. ഒരു കുട്ടിക്ക് രാമായണം ഒരു മനോഹരമായ കഥയാണ്. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് അത് ബന്ധങ്ങളുടെ പാഠമാണ്. ഒരു ഭരണാധികാരിക്കത് നീതിയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഗ്രന്ഥമാണ്.
ഒരു ആത്മീയ സാധകൻ അത് ആത്മാവിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഒരു മനഃശാസ്ത്ര വിദഗ്ധന് അത് മനുഷ്യൻ്റെ മനസ്സും വികാരങ്ങളും സംഘർഷങ്ങളും വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഒരിക്കൽ വായിച്ച് തീരുന്ന പുസ്തകമായിട്ടോ കഥയായിട്ടോ കവിതയായിട്ടോ ഒന്നും രാമായണത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓരോ പ്രായത്തിലും ഓരോ ജീവിത അനുഭവത്തിന് ശേഷവും അതേ വരികൾക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ നേടുന്നു എന്നവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് 100 കോടി ഗ്രന്ഥമുണ്ടെന്നില്ലെന്ന് ഭൂമിതൻ പറയുന്നത്. അപ്പോൾ മൂന്നാമതായി പറയുന്നത് നമ്മൾ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം. എന്താണ്? മുൻകാലത്ത് ഒരു കാട്ടാളനാണ്, പക്ഷെ രാമനാമം ജപിച്ചപ്പോൾ ആ കാട്ടാളൻ വാൽമീകിയായി മഹർഷിയായി മാറി എന്നുള്ള തത്വം. അദ്ദേഹത്തിൻ്റെ ആദ്യ നാമം എന്താണ്? രത്നാകരൻ എന്നാണ് പരമ്പരാഗതമായി അറിയപ്പെട്ടത്. ഇന്നലോ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും ഇതാക്കാൻ തോന്നില്ല. അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മയുടെ വിത്ത് പൂർണ്ണമായും നശിച്ചിരുന്നില്ല. ശരിയായൊരു ചോദ്യം, നാരദരുടെ ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നും, ശരിയായൊരു ഗുരു സാന്നിധ്യത്തിൽ നിന്നും, ശരിയായൊരു നാമജപത്തിൽ നിന്നും, രമ 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 എന്ന നാമജപത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു കഥയാണ് അല്ലേ? അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഭൂതകാലം എത്ര മോശമായാലും അവൻ്റെ ഭാവി അതേപോലെ ആയിരിക്കണമെന്നൊന്നുമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം മാറ്റപ്പെടുത്താൻ നമുക്ക് പറ്റും. എന്തിലൂടെ? ശരിയായ ഒരു ചോദ്യത്തിലൂടെ, ശരിയായ ഗുരു സാന്നിധ്യത്തിലൂടെ, ശരിയായ നാമജപത്തിലൂടെ. ഒരു വ്യക്തി ചെയ്ത തെറ്റുകളെക്കാൾ വലുത് അയാളുടെ മാറ്റത്തിനുള്ള ശക്തി ഉണ്ടായിരിക്കുമെന്നറിയണം. പിന്നെയോ, മാമുനി പ്രവരനായി വന്നത് കണ്ടു ദാത എന്ന് പറയുന്നു. അതായത് നാമജപത്തിലൂടെ ഒരു കാട്ടാളൻ മഹാമുനികളിൽ ശ്രേഷ്ഠനായ വാൽമീകി മഹർഷിയായി മാറിയത് ബ്രഹ്മാവ് കണ്ടു. അപ്പോഴോ ദാതാവ് എന്ന പദം ഇവിടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കുറ്റവാളിയുടെ മനസ്സ് ശുദ്ധമായി അവൻ മഹർഷിയായി മാറിയ സംഭവം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ പരിവർത്തനത്തിന് പ്രതീകമാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം എന്താ? രത്നാകരൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ ജന്മനാ ദുഷ്ടനെന്നുമല്ല, അവൻ തെറ്റായ സാഹചര്യങ്ങളിലൂടെ, തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെ, തെറ്റായ തീരുമാനങ്ങളുടെ അറിവില്ലായ്മയിലൂടെ, ഭയത്തിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, സ്വാർത്ഥതയിലൂടെ തെറ്റായ വഴിയിലേക്ക് നയിക്കപ്പെടാം. പക്ഷേ ബോധോദയം സംഭവിക്കുമ്പോൾ അതേ മനുഷ്യൻ ലോകത്തിന് പ്രകാശമായി മാറുന്നു എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാൽമീകി സ്വന്തം ജീവിതത്തെ മാത്രമല്ല മാറ്റിയത്, പിന്നീട് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രാമായണം ലോകത്തിന് നൽകി എന്നുള്ള മഹത്തമായ കാര്യം നമ്മളും ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മപരിവർത്തനം എത്ര വലിയ സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നു എന്നുള്ള ഉദാഹരണമാണ് വാൽമീകിയോട് നമുക്ക് നൽകാനുള്ളത്. അപ്പോൾ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷമർത്ഥമിനി എന്ന് പറയുന്നു. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന സകല ജീവികൾക്കും മോക്ഷം ലഭിക്കേണ്ടതിനായി ഇത് മഹത്തായ രാമായണം രചിക്കണമെന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു. അങ്ങനെ അവിടെ മോക്ഷം എന്ന് പറയുന്നത് മരണശേഷം ലഭിക്കുന്ന ഏതോ ഒരു അവസ്ഥയെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്. ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ഈ ഇംപ്യൂരിറ്റീസുകൾ, ഭയം, കോപം, അസൂയ, അഹങ്കാരം, കുറ്റബോധം, പ്രതികാരം, അമിതമായ ആസക്തി, സ്വാർത്ഥത, തെറ്റായ ധാരണകൾ എന്നിവയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. ഇപ്പോൾ മനസ്സിൽ ഭയമുള്ളാത്തവൻ ഭയത്തിന് തടവുകാരനായി മാറുന്നു അല്ലേ? കോപമുള്ളവൻ കോപത്തിന് തടവുകാരനായി മാറുന്നു. അപ്പോൾ അവിടെ മോക്ഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ രാമായണം മനുഷ്യനെ ഈ ആന്തരിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ജ്ഞാനമാണെന്നറിയാം. അപ്പോൾ ശ്രീരാമൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ ക്ഷമ പഠിക്കുന്നു, സീതാദേവിയിൽ നിന്ന് നമ്മൾ ആത്മബലവും വിശ്വാസവും പഠിക്കുന്നു, ലക്ഷ്മണനിൽ നിന്ന് നമ്മൾ സേവനവും സമർപ്പണവും പഠിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. അപ്പോൾ ഭരതനിൽ നിന്നും അധികാരത്തുള്ള അനാസക്തിയും സഹോദര സ്നേഹവും പഠിക്കുന്നു. ഹനുമാനിൽ നിന്ന് ഭക്തിയും ധൈര്യവും പ്രവർത്തന ശക്തിയും പഠിക്കുന്നു. രാവണൻ്റെ ജീവിതത്തിൽ നിന്നും അറിവുണ്ടായാലും അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുന്നു എന്ന് പഠിക്കുന്നു. അങ്ങനെ രാമായണം നമ്മെ പുറത്തെ ശത്രുക്കളിൽ നിന്നല്ല, ഉള്ളിലെ ദുർഗണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് വേണ്ടത്. പിന്നെയോ ശ്രീ മഹാരാമായണം ചമയ്ക്കന്നുരൽ ചെയ്തു. എന്താണ്? ബ്രഹ്മാവ് വാൽമീകി മഹർഷിയോട് ലോക നന്മയ്ക്കായി ശ്രീ മഹാരാമായണം രചിക്കണമെന്ന് പറഞ്ഞു, കൽപ്പിച്ചു.
അപ്പോൾ വാൽമീകി സ്വന്തം ഭാവനയിൽ നിന്ന് രാമായണം സൃഷ്ടിച്ചില്ല എന്ന ആശയമാണ് ഇവിടെ നൽകുന്നത്. ദൈവാനുഗ്രഹവും ആത്മീയ ദർശനവും ഗുരുവിൻ്റെ പ്രചോദനവും ചേർന്നാണ് മഹത്തായ ഗ്രന്ഥമുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബ്രഹ്മാവ് വാൽമീകിയോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണം? നിന്റെ ജീവിതം മാറ്റിയ ആ ദൈവീക ജ്ഞാനം നിനക്കായി മാത്രം സൂക്ഷിക്കരുത്, അത് ദൈവത്തിനായി പങ്കുവെക്കണമെന്നാണ്. ഇതേ ഒരു രീതിയാണ്, ഈ ഒരു തിരിച്ചറിവ് ഒരു 8 വർഷം മുമ്പ് ഞാനിതിൻ്റെ പാരായണം തുടങ്ങിയ സമയത്ത് വന്നപ്പോഴാണ് ഞാനും മനസ്സിലാക്കി, എനിക്കറിയുന്ന കാര്യങ്ങളെ ഞാൻ ലോക നന്മയ്ക്കായി പങ്കുവെക്കുക മാത്രമേ നമ്മുടെ കടമയുള്ളൂ. മറ്റൊന്നിനും ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ല. ഇത് ഓരോ മനുഷ്യൻ നൽകുന്ന സന്ദേശം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. നാം അനുഭവിച്ച വേദന ഒരാളെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കണം. ഒരാളെയെങ്കിലും നാം കണ്ടെത്തിയ വഴിതെറ്റിയ ഒരാളെ നയിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നാം നേടിയ ജ്ഞാനം അടുത്ത തലമുറക്ക് പ്രകാശമായി മാറ്റണം. അങ്ങനെ വാൽമീകി സ്വന്തം ഇരുണ്ട ഭൂതകാലത്തെ മറച്ചു വെച്ചില്ല, അത് ലോകത്തിനുള്ള ജ്ഞാനമാക്കി മാറ്റി എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ രത്നാകരൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത്. ഈ പാപം രത്നാകരൻ, അതായത് ആ അസുരൻ്റെ വീട്ടുകാർ പറഞ്ഞതാണ്, നാരദ മുനി ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്കെല്ലാം അവരെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ ഞങ്ങളത് ആരും ഏറ്റെടുക്കില്ല, കാരണം നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിച്ചോളുക എന്ന് വീട്ടുകാർ പറയുകയും, അങ്ങനെ അതിൽ നിന്നും എന്നെ രക്ഷിക്കണം, എനിക്ക് പുതിയൊരു ജീവിതം വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് രത്നാകരൻ നാരദ മഹർഷിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നാരദ മുനി അവിടെ നിന്നും മഹർഷി ഉപദേശിച്ചു രാമനാമം ജപിക്കാൻ. പക്ഷേ എന്താണ്, ഇവിടെയും ഒരു വിഷയമുണ്ട്. മനസ്സത്രയും അശുദ്ധമായിരുന്ന രത്നാകരന് രാമ എന്ന വാക്ക് വ്യക്തമായി ഉച്ചരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, എന്നാൽ നിനക്ക് മരം 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 എന്ന് പറയാൻ പറ്റും. മരം എന്ന വാക്ക് പറയാൻ, അങ്ങനെ മരത്തിൻ്റെ മര 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 എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇന്ന് തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റുക. നിങ്ങളെല്ലാവരും രാമരാമ എന്ന് പറയുന്നതിന് പകരം രാമ 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 നമുക്ക് ഒരു 2 അക്ഷരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഒന്ന് ചൊല്ലി നോക്കുക കേട്ടോ. അധികം ദീർഘകാല ധ്യാനത്തിലിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയിട്ടാണ് വാൽമീകിയായി അദ്ദേഹം വന്നത്. അപ്പോൾ പിന്നൊരു പുനർജന്മമാണ് അദ്ദേഹത്തിനുണ്ടായത്. എന്താണ്? ബോധോദയത്തിൻ്റെ അവസ്ഥ വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു രത്നാകരനുണ്ടാവാം. പക്ഷേ മറ്റുള്ളവരെ കൊള്ളയടിക്കാതിരിക്കാമെന്ന് ചിലപ്പോൾ മറ്റുള്ള സമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം. കഠിനമായ വാക്കുകൾ മറ്റുള്ളവർ സന്തോഷം കവർന്നെടുക്കുന്നുണ്ട്. അസൂയയിലൂടെ മറ്റൊരാളുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കുന്നു. അമിതമായ പ്രതീക്ഷകളിലൂടെ ബന്ധങ്ങളിലെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു. സ്വാർത്ഥത കൊണ്ട് മനുഷ്യർ മറ്റുള്ളവരുടെ സമയം, സ്നേഹം, ഊർജം എന്നിവ ദുരുപയോഗം ചെയ്യുന്നു. അതിന് രത്നാകരനെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ തെറ്റായ ശീലങ്ങളെയും ചിന്തകളെയും തിരിച്ചറിയുക എന്നത് നമ്മളിത് മാർക്കുണ്ട്. അപ്പോൾ മാറ്റം ആരംഭിക്കുന്ന സത്യസന്ധമായ ചോദ്യത്തിൽ നിന്നാണ്. നാരദൻ രത്നാകരനോട് ഉപദേശം ആദ്യം നൽകിയില്ല, അദ്ദേഹം ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. നിന്റെ പ്രവൃത്തിയുടെ ഫലം ആരാണ് ഏറ്റെടുക്കുന്നത്? അപ്പം ഇന്ന് നിങ്ങളോടും നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലം ആരാണ് ഏറ്റെടുക്കുന്നത്? അപ്പം ആ ചോദ്യം അന്ന് രത്നാകരന്റെ ബോധത്തെ ഉണർത്തിയെങ്കിൽ ഇന്നത്തെ ചോദ്യം നമ്മുടെ ബോധത്തെയും ഉണർത്താൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയും സ്വന്തം പരിവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എന്താണ്? ഇത് കർമ്മത്തിന് അടിസ്ഥാന തത്വമാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും തെറ്റായ പ്രവൃത്തി ശരിയാകണമെന്ന് ഒരിക്കലും വയ്ക്കരുത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാമജപം മനസ്സിൻ്റെ പുനഃക്രമീകരിക്കുന്ന പ്രക്രിയയായിട്ടാണ് കാലം കാണുന്നത്. അപ്പോൾ നാമജപങ്ങളിലൂടെ, ഇത്തരം സത്സംഗങ്ങളിലൂടെ, സൽപ്രവൃത്തികളിലൂടെ നമുക്ക് മരായിൽ നിന്നും രാമനിലേക്കുള്ള യാത്ര തുടരണം. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ വാൽമീകം നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പാളികളിൽ നിന്ന് മാറ്റപ്പെടുത്തി, ഏതിൻ്റെ പഴയ വേദനകൾ, പരാജയങ്ങൾ, കുറ്റബോധങ്ങൾ, അപമാനത്തിന് ഓർമ്മകൾ, പരാജയജയങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അസൂയകൾ, അഹങ്കാരം, കുറ്റബോധം, താഴ്മബോധം, പ്രതികാരം, കുറ്റപ്പെടുത്തൽ
ഇവയെല്ലാമാകുന്ന മനസ്സിൻ്റെ പാളികളിൽ നിന്നും മാറ്റി നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചിരിക്കുന്നതിന് ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും സത്സംഗങ്ങളിലൂടെയും നല്ല വായനകളിലൂടെയും സേവനങ്ങളിലൂടെയും ആ പാളികളെ നീക്കുക, ഉള്ളിലെ ശുദ്ധമായ വ്യക്തിത്വത്തെ പുറത്തെടുക്കുക. അതുകൊണ്ട് വാൽമീക ജനനയുടെ ജനനം ഒരാളുടെ പേര് മാറ്റമല്ല, അത് ബോധത്തിൻ്റെ ഉണർവാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ മനോഹരമായി തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. കാമക്രോധ ലോഭ മോഹാമത മത്സര്യ അഹങ്കാര അനീതി പ്രതികാര അഹിഷ്ണുത എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സീത നമ്മുടെ ഉള്ളിലെ ശുദ്ധതയും, ലക്ഷ്മണൻ നമ്മുടെ ഉള്ളിലെ ജാഗ്രതയും ആത്മനിയന്ത്രണവും, ഹനുമാൻ അചഞ്ചലമായ ഭക്തിയും പ്രവർത്തന ശക്തിയും, അയോധ്യയാകുന്ന മനസ്സിലെ സമാധാന രാജ്യത്തിൽ നിന്നുകൊണ്ട് വനജീവിതം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ലങ്കാ അഹങ്കാരത്തിൻ്റെ സാമ്രാജ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അടുത്ത സെഷൻ, അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.